ഒരിടവേളയ്ക്ക് ശേഷം നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. മറ്റാരുമല്ല അത് ചർച്ചയാകാൻ കാരണമായത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഒരു ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഈ പൊടിപിടിച്ചു കിടന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിന് വീണ്ടും ജീവൻ വെപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നേരത്തെ ഈ കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികൾക്ക് എതിരെ കേന്ദ്ര ഏജൻസികൾ ചില തെറ്റായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. റിട്ടയർഡ് ജഡ്ജ് ശ്രീ മോഹനൻ എന്ന ഒരു റിട്ടയർഡ് ജഡ്ജിനെയാണ് ഈ അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയോഗിച്ച് ഈ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം വെച്ചത്. ഇതിന് എതിരെ ഇത് വലിയ വിഷയമായി ഒന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്രത്തിന്റെ ഏജൻസികൾ NIA അതുപോലെ ED ഇങ്ങനെയുള്ള ഏജൻസികൾ ഒരു കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കേസിന്റെ അന്വേഷണത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അത് അട്ടിമറിക്കുന്ന വിധത്തിൽ മറ്റൊരു അന്വേഷണം ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ആരംഭിച്ചാൽ എന്തു ചെയ്യും? ഇവിടെ ഒരു റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചു. അതിനൊരു കാരണമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത. അതായത് ഈ അന്വേഷണം EDയുടെയും NIAയുടെയും ഒക്കെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അക്കാലത്ത് മാധ്യമങ്ങളിൽ ഒരു ശബ്ദരേഖ പ്രത്യക്ഷപ്പെട്ടു. അത് ഈ കേസിലെ പ്രതിയെ ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയാണ്. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾ പറയണം എന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നു എന്നായിരുന്നു അന്ന് ആ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വന്ന വിവരം. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ റിട്ടയർഡ് ജഡ്ജിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് നമ്മുടെ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു ഈ അന്വേഷണം. അതിനെതിരെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ പോയെങ്കിലും ഡിവിഷൻ ബെഞ്ചും ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. തുടർന്ന് അത് അവിടെ അങ്ങനെ കിടന്നു. പൊടി പിടിച്ച് നിർജീവമായ അവസ്ഥയിൽ കിടന്ന ആ ഒരു സംഗതി ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യണം, ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിനെ ഈ റിട്ടയർഡ് ജഡ്ജിന്റെ അന്വേഷണത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതത്ര എളുപ്പമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നില്ല. കാരണം സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ച് തടയുകയും ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്ത സിംഗിൾ ബെഞ്ചിന്റെ നടപടി ശരിവെക്കുകയും ചെയ്ത ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി എന്തു പറയുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ചൂട് സംസ്ഥാന സർക്കാരിനെ പൊള്ളിക്കുകയാണ്. ഇനി കേന്ദ്ര വിരുദ്ധ സമരവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ കരുതുന്നു ഈ പിണറായി സർക്കാരും കേന്ദ്രത്തിലെ BJP നയിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരുന്ന് നയിക്കുന്ന കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതുകൊണ്ടാണ് പിണറായി പല കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് തുടങ്ങിയ നിരവധി നരേറ്റീവുകൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ മറികടക്കാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് കരുതിയാൽ തെറ്റില്ല. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരുമായിട്ട് തങ്ങൾ ഒത്തുപോകുന്നില്ല. കേന്ദ്രത്തിന്റെ നയങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നത് സംസ്ഥാന സർക്കാർ, അതായത് CPM-ഉം LDF-ഉം നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്, കോൺഗ്രസ് അല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെയും LDF-ന്റെയും CPM-ന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള നടപടികൾ എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിലകൊള്ളുകയാണ്. ഇവിടെ കേന്ദ്രത്തിനെതിരെ അടിക്കാൻ കിട്ടുന്ന ഏത് വടിയും ഉപയോഗിച്ച് അടിക്കുക
എന്നൊരു നയമാണ് സംസ്ഥാന സർക്കാരും കേരളത്തിലെ LDF നേതൃത്വവും CPM നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ പറഞ്ഞ ഹർജിക്ക് സുപ്രീം കോടതിയിൽ നിലനിൽപ്പുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറാതിരുന്നാൽ കൊള്ളാം. കാരണം ഈ നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അന്വേഷണം ഏതാണ്ട് വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. EDക്കെതിരെ വലിയ ആരോപണമാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയത്. ED അന്വേഷണം പുരോഗമിക്കുമ്പോൾ വളരെ പെട്ടെന്ന്, അതായത് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം സ്വിച്ചിട്ടതുപോലെ ഇത് നിൽക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ED ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് ചില കേസുകൾ എടുപ്പിച്ചിരുന്നു. അതൊന്നും നിലനിന്നില്ല. അതൊക്കെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഹൈക്കോടതി ആ അന്വേഷണത്തെ എല്ലാം ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ എറിയുകയും ചെയ്തു. ഒരു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ല. ഇത് നമ്മുടെ നിയമത്തിലെ വ്യവസ്ഥയാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പക്ഷേ ED ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദവും ഭീഷണിയും ഉയർന്നിരുന്നു. അവരെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ, അവരെ പ്രതിസന്ധിയിലാക്കാൻ കിട്ടിയ ഒരവസരവും സംസ്ഥാന സർക്കാർ കളഞ്ഞില്ല. ഇവിടുത്തെ മാധ്യമങ്ങളാകട്ടെ തച്ചിന് വാർത്ത കൊടുത്ത് സംസ്ഥാന സർക്കാരിന് പിന്തുണയേകി. ED ഉദ്യോഗസ്ഥരെ ഇപ്പൊ പൂട്ടും, അവർ ജയിലെഴിയുന്നും എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വാർത്തകളും ക്യാമ്പയിനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. ഈ പ്രചാരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് ED ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ വിദേശത്ത് കഴിയുന്ന ചില പ്രതികൾ ഈ കേസിൽ അറസ്റ്റിലാകാനുണ്ട്. അവരെ വിദേശത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ചിലരൊക്കെ അറസ്റ്റിലായി, ഇതിനകത്ത് ഈ ചെറിയ കാലയളവിനുള്ളിൽ അറസ്റ്റിലായി ഇവിടേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ചിലർ സസുഖം ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നു, ഒളിവിൽ കഴിയുന്നു. അവരെ കണ്ടെത്തി പിടികൂടി കേരളത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ സംബന്ധിച്ച കാര്യങ്ങൾ കേരളത്തിലെ കോടതിയിൽ നിന്ന് മാറ്റി കർണാടക കോടതിയിലേക്ക്, ബംഗളൂരുവിലെ കോടതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്നെ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതിനെതിരെയും സംസ്ഥാന സർക്കാർ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു, അതിനെ എതിർത്തിരുന്നു. ആ കേസിലും ഒരു വ്യക്തമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്കുള്ള ഈ പോക്ക്, സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നീക്കം വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന ഒരവസ്ഥയിൽ എത്തിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാത്തിരുന്ന് കാണുക തന്നെ. നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു.